2018 2020 നമ്മൾ മറന്നിട്ടില്ലല്ലോ അല്ലേ? 2018 നമ്മൾ അകത്തിരുന്നതും 2020 അകത്തിരുന്നതും രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. 2018 വെള്ളത്തിൽ മുങ്ങിപ്പോയടത്തുനിന്ന് പൊക്കിയെടുത്ത് നമ്മളെ പല സ്ഥലങ്ങളിലും സ്കൂളിലും കോളേജിലും കൊണ്ടിരുത്തി ഞങ്ങളുടെയൊക്കെ വീടിനടുത്ത് പരിസരത്തെ റോഡുകൾ മുങ്ങിപ്പോയതുകൊണ്ട് വീട്ടിൽ തന്നെയായിരുന്നു. 2020 അങ്ങനെ ആയിരുന്നില്ല. സർക്കാർ പറഞ്ഞു വീട്ടിലിരുന്നോളാൻ, ഇല്ലെങ്കിൽ രോഗം നിങ്ങൾ ഈ നാടിനെയും നശിപ്പിക്കുമെന്ന്. അങ്ങനെ പഴം മേടിക്കാൻ പോയ ചെറുക്കനെ വരെ കാറിൽ തടഞ്ഞു നിർത്തി ചാനലുകളിൽ പ്രസിദ്ധനാക്കിയത് നമ്മൾ കണ്ടതാണ്, അവൻ്റെ കരച്ചിൽ ഉൾപ്പെടെ. അപ്പോഴോ നമുക്ക് തീർച്ചയായിട്ടും എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ജീവിതത്തിൻ്റെ പ്രവർത്തന മേഖലകളിൽ, ജീവിതത്തിൻ്റെ ശൈലികളിൽ ഒരു വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രൊസീജിയർ സെഡേഷനിലും നമ്മൾ പ്രതീക്ഷിച്ചതല്ലാത്ത സംഭവവികാസങ്ങൾ ഉണ്ടാകാൻ എല്ലാ പോസിബിലിറ്റിയുമുണ്ട്. പെട്ടെന്ന് ആ പേഷ്യൻറ്റിന് ഒരു അൺഎക്സ്പെക്റ്റഡ് കണ്ടീഷൻ ഉണ്ടായാൽ, ഒരു വെന്റിലേഷൻ കൊടുക്കേണ്ടി വന്നാൽ, ഓക്സിജൻ സപ്ലിമെൻ്റ് ചെയ്യേണ്ടി വന്നാൽ, ഉപയോഗിക്കേണ്ടി വരുന്ന അത്തരത്തിൽ ഏതൊരു സാഹചര്യം വന്നാലും ഉപയോഗിക്കേണ്ടി വരാവുന്ന മെഡിക്കൽ എക്യുപ്മെൻസിൻ്റെ അവൈലബിലിറ്റിയും അത് ഉപയോഗിക്കാനുള്ള മനുഷ്യരുടെ അവൈലബിലിറ്റിയും നമ്മൾ ഉറപ്പുവരുത്തണം. ചില സമയങ്ങളിൽ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ സെഡേഷനിലേക്ക് പേഷ്യൻ്റ് പോയേക്കാം. കാരണം അയാളുടെ ഹെൽത്ത് കണ്ടീഷൻ ഇനിഷ്യലി അസസ് ചെയ്തതിൽ നിന്ന് വേരിയേഷൻ ഉണ്ടാവാം. അയാളുടെ കണ്ടീഷൻ, ഹെൽത്ത് എങ്ങനെയാണെന്ന് വെച്ചിട്ടാണ് സഡേഷൻ മെഡിക്കേഷൻ നമ്മൾ നേരത്തെ ഇൻറ്റൻറ്റ് ചെയ്യുന്നത്. ആ ഇനിഷ്യലി ഇൻറ്റൻറ്റഡ് ആയിട്ടുള്ള ആ കൺസെപ്റ്റിനേക്കാൾ കൂടുതൽ ഡീപ്പ് സഡേഷനിലേക്ക് അയാൾ പോയിട്ടുണ്ടാവാം. അതുമൂലമുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുകയാണെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് വളരെ പെട്ടെന്ന് ആ ഏരിയ, പ്രൊസീജിയറൽ ഏരിയയിൽ കടന്നു വരാവുന്ന വിധത്തിൽ നമുക്ക് ഒരു എയർവേ മാനേജ്മെൻറ്റോ അനസ്തേഷ്യോളജിസ്റ്റോ നമുക്കവിടെ ഉണ്ടാകേണ്ട ആവശ്യമുണ്ട് എന്നാണ് ഈ കമ്മിറ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എലമെൻറ്റ് 12H നമ്മളോട് പറയുന്നത്. എക്യുപ്മെൻറ്റ്സ് ആൻഡ് COP 12H equipments and workforce are available to manage patients who have gone into a deeper level of sedation than initially intended. നമുക്ക് സംഭവിക്കാൻ വളരെ സാധ്യതയുള്ളതാണ്. കാരണം കൃത്യമായിട്ട് ആൾവേസ് ഇത്ര സമയം സെഡേഷൻ കിട്ടും എന്ന് പറയാൻ കഴിയാത്ത സാഹചര്യങ്ങൾ വന്നെത്താം. അത് മാനേജ് ചെയ്യാനുള്ള എക്യുപ്മെൻസും മനുഷ്യരും ഉണ്ടാവണം. COP 12H